ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് താമര നടുന്നത് നോക്കാം. അപ്പോൾ ഇതെൻ്റെ ഒരു പഴയ ബേസിനാണ്. നേരത്തെ താമര നട്ടുകൊണ്ടിരുന്ന ബേസിൻ തന്നെയാണ്. അത് തന്നെയാണ് എടുക്കുന്നത്. അതൊന്നും വൃത്തിയായി കഴുകിയിട്ട് എടുത്തിരിക്കുകയാണ്. ആ പാടൊന്നും പോവില്ല, എന്നാലും അത് കഴുകി എടുത്തിരിക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. ഏകദേശം താഴത്തെ റിങ്ങിൻ്റെ ഏകദേശം അടുത്ത് വരുന്ന അത്രയും തന്നെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. നല്ലപോലെ ചാണകപ്പൊടി ഇട്ടതിന് ശേഷം ഈ ചാണകപ്പൊടി അടിയിൽ തന്നെ ഇടണം, മേളിലിടരുത് ഒരിക്കലും, താഴെ തന്നെ ഇടണം, ഇല്ലെങ്കിൽ പായൽ വരും. അപ്പോൾ അതുകൊണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ എല്ലുപൊടി ഇട്ട് കൊടുത്തു. ഒരു 1.5 പിടി എല്ലുപൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ചാണകപ്പൊടി മുകളിലേക്ക് ഇട്ടാൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പായൽ വരും. പായൽ വന്നു കഴിഞ്ഞാൽ താമര മര്യാദയ്ക്ക് വളരില്ല. അപ്പോൾ നമ്മൾ പായൽ വരാതിരിക്കാനാണ് ചാണകപ്പൊടി അടിയിലിട്ട് കൊടുക്കുന്നത്. അത് മുകളിലോട്ട് വരാത്ത രീതിയിൽ തന്നെ കട്ടയായ ചാണകപ്പൊടിയല്ല, നല്ല പൊടിയായ ചാണകപ്പൊടി തന്നെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട്. ഇതിനുശേഷം നമുക്ക് ചെളിമണ്ണ് ഇട്ട് കൊടുക്കാം. ഇനി ചെളിമണ്ണ് ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ മുറ്റത്തെ മണ്ണ് മതി. ചരലല്ലാത്ത സാധാരണ മണ്ണ് അതിട്ട് കൊടുക്കാം. പക്ഷെ ഒട്ടും കല്ല് പാടില്ല. ഇതിപ്പോൾ ഞാൻ നേരത്തെ താമര നട്ടിരുന്ന മണ്ണ് തന്നെയാണ്, അതുകൊണ്ടാണ് ഇത്രയും കറുത്തൊക്കെ ഇരിക്കുന്നത്. ചെളിമണ്ണ് തന്നെയാണ്. ഇത്തിരി സാധാരണ മുറ്റത്തെ മണ്ണും കൂടെ മിക്സ് ചെയ്ത മണ്ണാണ്. അതായത് ഞാൻ മുറ്റത്തെ മണ്ണും കൂടെ ഇച്ചിരി എടുത്തിട്ടിട്ടുണ്ട്, കാരണം അത് തികഞ്ഞില്ല. അതുകൊണ്ട് ഇത്തിരിയും കൂടെ എടുത്തിട്ടു. ഏകദേശം രണ്ടാമത്തെ മുകളിലെ റിങ്ങിൻ്റെ അടുത്ത് വരെ ഞാൻ അത് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ വല്ല കല്ലോ പൊടിയോ ഉണ്ടോ നോക്കുക, ഉണ്ടെങ്കിൽ അത് കളയുക. ഇനി വെള്ളം ഇപ്പം നിറയ്ക്കരുത്. നമ്മൾ നട്ടതിന് ശേഷം വെള്ളം നിറയ്ക്കുക, അല്ലെങ്കിൽ ഈ താമര അങ്ങനെ തന്നെ, ആ ട്യൂബർ അങ്ങനെ തന്നെ പൊങ്ങി വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ട്യൂബർ, ഇതാണ് ട്യൂബർ. അപ്പം ഞാൻ നടാൻ ഉദ്ദേശിച്ച ട്യൂബർ ഒരു ദിവസം ഞാൻ വേറെ ബേസിൻ്റെ അകത്ത് ഇട്ട് വച്ചിരുന്നു. എന്നിട്ട് അത് നമ്മൾ അതിനകത്ത് വല്ല അസോളയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റി, അല്ലെങ്കിൽ ചെളിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി കഴുകിയൊക്കെ എടുത്തിട്ട് നമുക്കിത് നട്ടു കൊടുക്കണം. അപ്പോൾ നമ്മളിത് നടുന്നത് സൈഡിലായിട്ടായിരിക്കും, നടുക്കായിരിക്കില്ല. ഇതൊക്കെയാണ് ഗ്രോത്ത് ടിപ്പ് താമരയുടെ. അപ്പോൾ അത് മുകളിൽ വരുന്ന രീതിയിൽ വേണം നടാൻ. അപ്പം നമ്മളിത് നടുമ്പോൾ ഇങ്ങനെ ഈ സൈഡിലായിട്ട് ഇങ്ങനെ വേണം നടാൻ. ഒരിക്കലും താമര നടുക്ക് നടില്ല, കാരണം ഇതിൻ്റെ ട്യൂബർ പോകുന്നതിൻ്റെ വേര് പോകുന്നത് വട്ടത്തിലൊക്കെ ആയിരിക്കും. അപ്പം അത് നടുക്ക് നട്ട് കഴിഞ്ഞാൽ അത് ശരിക്കും ഗ്രോത്ത് ഉണ്ടാവില്ല. അപ്പം നമ്മൾ സൈഡിലോട്ട് നടുക, ഒന്നില്ലെങ്കിൽ ഈ സൈഡിൽ അല്ലെങ്കിൽ ആ സൈഡിൽ, ഏതെങ്കിലും ഒരു സൈഡിലേക്ക് നടുക. പിന്നെ ഗ്രോത്ത് ടിപ്പ് മുകളിലാവുന്ന രീതിയിൽ വേണം നടാൻ. അപ്പം ഞാനിപ്പോൾ ഇത് എവിടെയാണോ വെക്കേണ്ടത് അവിടെ കൊണ്ട് വെച്ചു. ഇതൊക്കെയാണ് ഗ്രോത്ത് ടിപ്പ് കേട്ടോ, ഈ ഇല വരുന്ന ഭാഗങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെയാണ് ഗ്രോത്ത് ടിപ്പ്. അപ്പം നമുക്കിനി അതനുസരിച്ച് ഇവിടെ നട്ടു നോക്കാം. അപ്പോൾ കണ്ടോ, ശരിക്ക് കാണാം, ഇതൊക്കെയാണ്. പിന്നെ ഈ സൈഡ് ഇത് ഗ്രോത്ത് ടിപ്പല്ല, മറ്റേ സൈഡ്. ഇനിയിപ്പം നമുക്ക് ഒരു ചാല് മാതിരി ഇങ്ങനെ കൈവച്ച് കീറി കൊടുത്തിട്ട് നമ്മളതിലേക്ക് വയ്ക്കുക. അത് ഭയങ്കര ആഴത്തിൽ കുഴിച്ചൊന്നും വയ്ക്കേണ്ട, ജസ്റ്റ് ഒരു ചെറിയ രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മീതെ മണ്ണിട്ട് കൊടുക്കുക. മണ്ണിട്ട് കൊടുക്കുമ്പോൾ ഗ്രോത്ത് ടിപ്പ് മൂടിപ്പോവരുത്, അല്ലാതെ മണ്ണിട്ട് കൊടുക്കുക. അപ്പോൾ അത് നല്ലപോലെ മണ്ണിട്ടുണ്ട്. ഇനി മണ്ണാണെന്നുണ്ടെങ്കിൽ പൊങ്ങിപ്പോകുന്നൊരു ഭയം ഉണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റോൺ പതുക്കെ അതിൻ്റെ മീതെ വെച്ച് കൊടുക്കാം, വെള്ളം ഒഴിക്കുന്നത് വരെ. അല്ലെങ്കിൽ ഒഴിച്ച് കഴിഞ്ഞ് ഒരു ദിവസമൊക്കെ അത് വയ്ക്കാം. ഇനി നമ്മൾ ഒന്നില്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ, അല്ലെങ്കിൽ ഇത്തിരി കട്ടിയുള്ള പേപ്പർ, അല്ലെങ്കിൽ താമരയുടെ തന്നെ ഇല എടുത്തിട്ട് പതുക്കെ അതിൻ്റെ മീതെ കൂടെ വെള്ളം ഒഴിക്കുക. ഇങ്ങനെ ഒഴിക്കാൻ ഒരു ഇച്ചിരി ഭയമുണ്ട്, വെള്ളം കുത്തിപ്പോയി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് കൈ കൊണ്ടൊന്ന് പിടിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിപ്പം ഞാൻ ചെയ്തൊരു പ്രാക്ടീസ് ആയതുകൊണ്ട് ഞാനിങ്ങനെ ഒഴിക്കുന്നതന്നേ ഉള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഇതുമാതിരി കൈ പിടിച്ച് ഇങ്ങനെ സൈഡിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ഭാഗം നിറയുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നീട് നമുക്കത് ഫുൾ നിറയ്ക്കാം. ഇപ്പോൾ നമുക്ക് തൽക്കാലം 1/4 ഭാഗം നിറയുന്ന രീതിയിൽ നിറയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗപ്പിക്കുഞ്ഞുങ്ങളെ ഇട്ട് കൊടുക്കാം, കാരണം കൊതുകിൻ്റെ ശല്യം ഉണ്ടാവരുത്. ലാർവയായിട്ട് കൊതുക് പരക്കുന്നത് ദോഷമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് ഗപ്പീസിനെ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. ഇനി ഗപ്പീസിനെ മാത്രം ഇട്ട് കൊടുത്താൽ പോരാ, ഒരു അസോളയും കൂടി ഇടണം. ഇത് രണ്ടാണ് ഗുണം. ഒന്ന്, കാക്ക വന്ന് ഈ ഗപ്പീസിനെ തിന്നൂല. രണ്ടാമത്, ലാർവേ ഇടാൻ കൊതുകിന് സാധിക്കില്ല ഈ ഗപ്പീസ് എന്ന് അറിയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് അത് നല്ലതാണ്. ഇനി ഇതിന് വരുന്ന ഏറ്റവും വലിയ പ്രശ്നം, നമ്മൾ പായൽ വന്നു കഴിഞ്ഞാൽ അതെടുത്ത് മാറ്റണം അകത്തുനിന്ന്. പിന്നെ വെള്ളം ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്, കാരണം ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളമല്ലേ, അപ്പോൾ ഇടയ്ക്ക് മാറ്റി കൊടുക്കുക. ഇതൊക്കെയാണ് ഞാൻ മുൻപ് നട്ടിരിക്കുന്ന താമരകൾ. ഇതിലൊക്കെ നിറച്ച് പൂക്കളൊക്കെ ഉണ്ടായി, ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. ഇത് വേറെ ഒരു താമരയാണ്, ഇനി ഒരു വെറൈറ്റി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇങ്ങനെ തന്നെ പിടിപ്പിച്ച താമരകളാണ്, പക്ഷെ നിറച്ച് പൂവുണ്ടാവുന്നുണ്ട്.
ഒരു പ്രശ്നവും ഇല്ലാതെ ഇത്രയും ഹൈറ്റിലൊക്കെയാണ് വരുന്നത്. നല്ല ഗ്രോത്താണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊരു കടലാസിൽ പൊതിഞ്ഞ് ഒരു 15 ദിവസം കൂടുമ്പോൾ ഒരു കടലാസിൽ പൊതിഞ്ഞ് വളവും വെച്ച് കൊടുക്കുക. അതായത് വേര് സൈഡിൽ കൂടെ പോകുന്നത് കൊണ്ട് നടുക്കായിരിക്കണം വളം ഇട്ട് കൊടുക്കേണ്ടത്. വളം ഇട്ട് കൊടുക്കുന്നത് കടലാസിൽ പൊതിഞ്ഞ് ഒരു ടീസ്പൂൺ വളം അതിൽ പൊതിഞ്ഞ് വെക്കുകയാണ് ചെയ്യണം, അകത്തോട്ട് കുഴിച്ച് വെക്കുകയാണ് ചെയ്യണം, അല്ലാണ്ട് നേരിട്ട് ഇട്ട് കൊടുക്കാറില്ല. അപ്പോൾ അങ്ങനെയാണ് ഇതിന് വളം ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഒരു 15 ദിവസമോ 20 ദിവസമോ കൂടുമ്പോൾ ഇട്ട് കൊടുക്കുക. അതല്ലാണ്ട് ഒന്നും ചെയ്യാനില്ല. പിന്നെ വേണമെങ്കിൽ നമുക്ക് നന്നായിട്ട് പൂക്കാനായിട്ട് DAP, അതായത് ഡൈ അമോണിയം ഫോസ്ഫേറ്റ് ഇടയ്ക്ക് ഇതുമാതിരി കടലാസിൽ പൊതിഞ്ഞ് വെച്ച് കൊടുക്കാം. അതും ഒരു 1/2 ടീസ്പൂണോ അല്ലെങ്കിൽ 1 ടീസ്പൂണോ ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.